നിസ്കാരത്തിന്റെ മഹത്വം ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെയാണ് സ്നേഹിക്കേണ്ടത്. ആ നമസ്കാരത്തെയാണ് സ്നേഹിക്കേണ്ടത്. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, രാത്രി നമസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റാറില്ല. കാരണം അത് നാട്ടുകാര് കാണുന്നില്ല, കൂട്ടുകാര് കാണുന്നില്ല. ഇവൻ 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണെന്ന് ആരും പറയാറില്ല. പക്ഷേ ചിലപ്പോൾ നിന്റെ കൂടെ കിടന്ന ഭാര്യ പോലും അത് കാണണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ നമസ്കാരത്തെ മുറുകെ പിടിക്കൂ, ആ നമസ്കാരത്തിന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ഒരു സംഭവം പറയുകയാ. തഹജ്ജുദ് നിസ്കാരം പാതിരാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മുസ്ലിമേ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവര് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവേ, പള്ളിക്കകത്ത് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളി നിറയുകയാണ്. മസ്ജിദുൻ നബവിയിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളി നിറയുകയാ. എല്ലാവരും പള്ളിക്കകത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നമസ്കരിക്കാൻ കടന്നു വന്നു. അവിടുന്ന് പ്രവാചകൻ ഇമാമത്ത് നിന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് സംസാരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിന്റെ അടുക്കൽ തിരിഞ്ഞിരിക്കും. എന്നിട്ട് ചോദിക്കും, സഹാബാ, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സഹാബാ, നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് പല സ്വഹാബത്തും അവിടുന്ന് സ്വപ്നം കണ്ടിട്ട് പറയുകയാ. പലരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കും, നബിയേ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട് നബിയേ, അതിന്റെ അടയാളം എന്താണ്? അതിന്റെ വിവക്ഷ എന്താണ്? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? പലരും അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയും. പ്രവാചകൻ അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ട സ്വപ്നം സ്വഹാബത്തിനോട് പറയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാ, ഞാനൊരു സ്വപ്നവും കാണാറില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ എല്ലാ ദിവസവും സഹാബത്തൊക്കെ വന്നിട്ട്, നബിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ വ്യാഖ്യാനം എന്താ? പ്രവാചകൻ പറഞ്ഞു കൊടുക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു തആല ചിന്തിച്ച പ്രശ്നം, ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ അല്ലാ. അതങ്ങനെ ചിലർ ഒരു സ്വപ്നവും കാണാറില്ല, പിന്നെ ചിലർ സ്വപ്ന ജീവികളായി പോകും. അത് മാത്രം കാണുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്? പരമനുഷ്യന്മാരെ കാണാറുണ്ടോ? എന്തോ കാണാനല്ലേ? പാമ്പ് കൊത്താൻ വരുന്നു, പട്ടി കടിക്കാൻ വരുന്നു, ആരോ കൊണ്ടുവന്ന് കൂടോത്രം കുഴിച്ചിടുന്നു. ഇതൊക്കെയാ സ്വപ്നം കാണുന്നത്. നമ്മൾ കാണുന്ന സ്വപ്നം നല്ല സ്വപ്നങ്ങളൊന്നും കാണാറില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സങ്കടമായി. കാരണം എല്ലാവരും പ്രവാചകന്റെ അടുക്ക വന്ന് ചോദിക്കുന്നു, ഈ ചങ്ങാതി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ വിഷമമായി. അങ്ങനെ ഒരു ദിവസം മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുകയാണ്. അല്ലാഹുവേ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോ, അല്ലാഹുവേ, ഒരു സ്വപ്നമെങ്കിലും കണ്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. മഹാനവറുകൾ അവിടുന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഇൻ കുന്ത തഅലമു ഫീ ഖൈറൻ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്നിലെന്തെങ്കിലും ഒരു ഖൈറുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ അല്ലാ. ഫറഅയ്തു ലൈലത്ത റുയാ, ഇന്നത്തെ രാത്രി തന്നെ
ഇതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ തമ്പുരാനെ. എന്തിനാ റസൂലുള്ളയോട് അതിന്റെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ